അതായത് സ്റ്റേജ് ഷോ മോഹൻലാലിന്റെ ഒരു സ്റ്റേജ് ഷോ ജർമ്മനിയില് ഉണ്ടായിരുന്നു അല്ലേ. മോഹൻലാല് സ്റ്റേജ് പെർഫോമൻസിൽ മോഹൻലാല് വളരെ എന്താ പറയാ അടിച്ചു പൊളിക്കില്ല. അദ്ദേഹത്തിന്റെ പാട്ടും ഡാൻസ് ആണെങ്കിലും ശരി പതിവ് തെറ്റിച്ചില്ല. അദ്ദേഹം മറ്റേ ജർമ്മനിയിലെ സ്റ്റേജ് ഷോയില് ശരിക്കും പൊളിച്ചു ഈ പ്രായത്തിലും അല്ലേ. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ മറ്റേ അദ്ദേഹത്തെ വിമർശിക്കുന്ന ടീമുകള് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മറ്റേ ബോഡി ഷെയിം നടത്തുന്ന ഒരു നടൻ ഏതാണെന്ന് ചോദിച്ചാൽ മോഹൻലാലാണ് അല്ലേ. മോഹൻലാല് മറ്റേ കളിച്ചതിനെ കുറിച്ച് ചെറിയ ചെറിയ ക്ലിപ്പിങ്സ് ആ സ്റ്റെപ്പുകളുടെ ഇത് വളരെ വൾഗറായിട്ട് ചിത്രീകരിച്ചിട്ട് ഒരേ ട്രോളായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ മോഹൻലാൽ കളിച്ചത് ഇതായില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സൈബർ അറ്റാക്ക് മെയിനായിട്ട് ബോഡി ഷെയിം വെച്ചിട്ട് ശരിക്കും ഒരു നടനെ പരമാവധിയിട്ട് എന്താ പറയാ താഴ്ത്തിക്കെട്ട് എന്ന് പറയില്ലേ, ആ ഒരു ഇത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ട ആളുകൾക്കറിയാം അതിൽ മോഹൻലാല് കളിച്ചതും അതുപോലെ തന്നെ ആ വീഡിയോസ് കണ്ട ആളുകൾക്കറിയാം അതിന് മോഹൻലാല് എത്ര ഗംഭീരമായിട്ട് എത്ര രസകരമായിട്ട് എത്ര എന്റർടൈൻമെന്റ് ആയിട്ടാണ് ആ കളിച്ചതെന്ന്. ശരിയല്ലേ? നമുക്ക് അതിലെ കുറച്ച് സീനുകൾ നമുക്ക് നോക്കിയിട്ട് ബാക്കി നമുക്ക് പറയാം. ഓക്കെ. ഡാൻസ് പെർഫോമൻസ് കണ്ടാലോ അല്ലെ, ആസ്വദിച്ചില്ലേ? എത്ര നന്നായിട്ട് അദ്ദേഹം കളിക്കുന്നില്ലേ. ശരിയായൊരു എന്റർടൈൻമെന്റ്. ആ ആവേശം പറഞ്ഞ സിനിമയുടെ പാട്ടാണ് അതിൽ മെയിനായിട്ട് അദ്ദേഹം ചുവട് വെച്ചത്. എന്ത് രസമായിരുന്നു അല്ലേ കാണാൻ. അപ്പൊ ഇതിൽ എന്താണ് കാര്യം മനസ്സിലായില്ലേ? അതായത് ചൊറിയ പറയും. അതായത് നമുക്കില്ലാത്ത കഴിവുകള് മറ്റുള്ളവർ കാണിക്കുന്ന സമയത്ത് അതിലുള്ള ഒരുതരം ചൊറിച്ചിലില്ലേ, അതാണിപ്പോ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് മോഹൻലാലിന്റെ ബോഡി ഷെയ്മിങ്ങും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ചെയ്യുക. അദ്ദേഹം അതില് ഇപ്പൊ ഉള്ള നടന്മാരില് മലയാളത്തില് ഇത്രയും എനർജറ്റിക് ആയിട്ട് ഈ പ്രായത്തിലും ഇപ്പൊ മോഹൻലാൽ എന്ന് പറയുന്നത് മറ്റേ 10-20-30 വയസ്സല്ല, 65 വയസ്സാണ്. 65 വയസ്സില് ഇമാതിരി സ്റ്റേജ് പെർഫോമൻസ് നടത്തുന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ഒരൊറ്റ നടനേ ഉള്ളൂ, അത് മോഹൻലാൽ തന്നെയാണ്. വളരെ എന്താ പറയാ, ഞാൻ അദ്ദേഹത്തിന് ആ ഡാൻസ് നന്നായിട്ട് ആസ്വദിച്ചു. കുറെ പാട്ടുകളുണ്ടായിരുന്നു ജർമ്മനിയില്, പല സ്റ്റേജ് ഷോയില് പല ഡാൻസുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ഡാൻസും ഒന്നിനൊന്നും വെച്ചായിരുന്നു, നന്നായി ആസ്വദിക്കാൻ പറ്റിയതായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഈ ബോഡി ഷേമിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ. ഒന്നും പറയാൻ കിട്ടാതിരിക്കുന്ന സമയത്ത് എന്താ പറയാ, ഒരാളെ കളിയാക്കുക പറയില്ലേ, അദ്ദേഹത്തിന്റെ ശരീര പ്രകൃതിയെ വെച്ച് കളിയാക്കുക, ഏറ്റവും ദുരന്തങ്ങൾ പറയില്ലേ. അതായത് വീട്ടുകാർക്ക് ഉപകാരമില്ല, നാട്ടുകാർക്ക് ഉപകാരമില്ല, മൊത്തം കുടുംബത്തിനും ഉപകാരമില്ല. അങ്ങനെയുള്ള ടീമുകളാണ് ഈ മറ്റുള്ള ആളുകളെ ബോഡി ഷെയിം ചെയ്യുക. എനിക്ക് അതില് കമന്റുകളൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളത് ഒരു ഒറ്റ കാര്യമായിരുന്നു. അതായത് ഈ ബോഡി ഷെയിം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ഇത് അതേപോലത്തെ ഒരു പാട്ട് വെച്ചിട്ട് 1 മിനിറ്റ് അത്രയൊന്നും വേണ്ട, നിങ്ങൾ 1 മണിക്കൂറോ അല്ലെങ്കിൽ മറ്റേ 2 മണിക്കൂറൊന്നും കളിച്ച് പെർഫോമൻസ് ചെയ്യണ്ട. 1 മിനിറ്റ് ആ പാട്ടിനെ ഒന്ന് ഡാൻസ് ചെയ്തിട്ട് ഒരു വീഡിയോ ഈ കളിയാക്കുന്ന ആളുകൾക്ക് കഴിയും. ഒരിക്കലും കഴിയില്ല. അങ്ങനെയുള്ള ആളുകളാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഇമാതിരി കമന്റുകൾ ഇടാറില്ല. ഓക്കെ. വെറുതെ ഇത് കാണുമ്പോൾ തന്നെ വെറുതെ ഏതെങ്കിലും ഒരു ക്ലിപ്പിങ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫോട്ടോയോ കാണുന്ന സമയത്ത് അങ്ങോട്ട് ബോഡി ഷെയിം അങ്ങോട്ട് നടത്തണം. നിങ്ങൾക്ക് ബോഡി ഷെയിം നടത്താനുള്ള എന്ത് യോഗ്യതയാണുള്ളത്? ഒരു യോഗ്യതയില്ല. പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന് പറയുന്ന അതുല്യ നടന. നമ്മൾ സോഷ്യൽ മീഡിയസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ചെകുത്താൻ എന്ന് പറഞ്ഞ ഒരുത്തൻ മറ്റേ മോഹൻലാലിനെ കുറിച്ചിട്ട് ഒരുപാട് പറഞ്ഞത് ഇല്ലേ. നമ്മൾ ആദ്യത്തെ 1-2 വീഡിയോസ് ഒക്കെ ആളുടെ ആസ്വദിച്ചു, ഒരു കോമഡി ട്രാക്കർ എടുത്തു. പിന്നീട് എന്താണ്, സ്ഥിരമായിട്ട് അത് തന്നെയാണ്, ഒരാളിനെ ടാർഗറ്റ് ചെയ്ത് അദ്ദേഹത്തിനെ കളിയാക്കി കൊണ്ടുപോകുക.
അത് ശരിയായ ദുരന്തം എന്നല്ലാതെ എന്താ പറയുക. ഒന്നും ഇതാ ഇല്ലാതിരിക്കുന്ന സമയത്ത് വേറെ രീതിയിൽ തോൽപ്പിക്കുക പറയില്ലേ, ആ രീതിയിൽ. അപ്പോ ഈ ബോഡി ഷേം ചെയ്യാനുള്ള ഒരു യോഗ്യതയും മോഹൻലാൽ ചെയ്യാനുള്ള യോഗ്യത ഈ പറയുന്ന ആർക്കും ഇല്ലാതെ ഒരു കാര്യം മനസ്സിലാക്കുക. അദ്ദേഹത്തിന്റെ ആ പെർഫോമർ നമ്മൾ കണ്ടിട്ടുണ്ടാകും ജർമ്മനിയിലെ ആ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ അതിന്റെ വീഡിയോസും ക്ലിപ്പിങ്സും ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതിൽ ഒരു കുറവും പറയാനില്ല. അത്രയും എനർജറ്റിക് ആയിട്ട് അത്രയും ഭംഗിയായിട്ടാണ് ആസ്വദിച്ചിട്ടാണ് അദ്ദേഹം അത് കളിച്ചത് അല്ലേ. ആ കളി അത് കണ്ട ആ പെർഫോം കണ്ട ആളുകൾക്ക് അറിയാം അവിടെ എന്ത് നെഗറ്റീവാണ് പറയാനുള്ളത്. വെറുതെ കടന്ന് ആദ്യത്തിന്റെ സ്റ്റെപ്പുകൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് തായിയാണ് ആനയാണ് പൂനെയാണ് അവരുടെ വെറുതെ ഇതാക്കാണ് അല്ലേ. ആ ബോഡി ഷേം ചെയ്യേണ്ട ആവശ്യം ആ വീഡിയോയ്ക്ക് ഇല്ല അല്ലേ. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് തന്നെ കാണാം. ഓക്കെ.